നമ്മുടെ ഗവൺമെൻറ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പഞ്ചായത്തിലോ അതുപോലെ മുനിസിപ്പാലിറ്റിയിലോ നിങ്ങൾ പറയാതെയാണ് നിങ്ങളുടെ വീട് എക്സ്റ്റൻഷൻ എല്ലാം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിയൊരു തുകയായിരിക്കും നിങ്ങൾ ഫൈനായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയോ എല്ലാം ഇൻഫോം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മുടെ വീട്ടിൽ എന്ത് ആൾട്ടറേഷനും നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി അങ്ങനെ ഇൻഫോം ചെയ്യാതെയാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര രൂപയായിരിക്കും ഫൈനും കാര്യങ്ങളും വരിക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗവൺമെൻറ് ഉത്തരവാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, ലേ ഔട്ടിൻ്റെ സ്ക്രൂട്ടനി ഫീസ്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന് വരിക എന്നുള്ളത് കേട്ടോ. നമുക്കിതിൽ ഫസ്റ്റ് നമുക്ക് അപേക്ഷാ ഫീസാണ് വരുന്നത്. അത് 100 സ്ക്വയർ മീറ്റർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് 300 രൂപയാണെന്ന് വരിക. അപ്പോൾ സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 10.7 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. അപ്പോൾ 100 സ്ക്വയർ മീറ്റർ പറയുമ്പോൾ 1076 സ്ക്വയർ ഫീറ്റുള്ള വീടുകൾക്ക് നമ്മൾ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 300 രൂപയായിരിക്കും. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൽ മുകളിൽ വരുന്ന ഓരോ വീടിനും നമ്മൾ 1000 രൂപയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക. 3229 സ്ക്വയർ ഫീറ്റ് വരെ 1000 രൂപയായിരിക്കും. അവിടുന്ന് മുകളിലേക്ക് 3000, 4000, 5000 എന്ന രീതിയിലായിരിക്കും നമുക്ക് അപേക്ഷാ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരിക. ഇനി നമുക്ക് പെർമിറ്റ് ഫീസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെ നമ്മൾ 81 മുതൽ 150 മീറ്റർ സ്ക്വയർ വരെയുള്ള വീടുകൾക്ക് 50 രൂപയായിരിക്കും നമുക്ക് അതിൻ്റെ ഫീസ് പെർമിറ്റ് ഫീസ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ക്വയർ മീറ്ററിന് നമുക്ക് 50 രൂപയായിരിക്കും നമുക്ക് വരേണ്ടത്. അപ്പോൾ നമ്മൾ 150 സ്ക്വയർ മീറ്റർ, അതായത് 1614 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 50 രൂപ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 7500 രൂപയോളമാണ് നമുക്കതിൻ്റെ ഫീസായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരിക. അതായത് 50 രൂപ വെച്ച് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ നോർമലി നമ്മൾ പഞ്ചായത്തിലെല്ലാം ഇൻഫോം ചെയ്തിട്ടാണ് വെക്കുന്നെങ്കിൽ മാത്രമാണ് നമുക്ക് 7500 രൂപ കൊടുക്കേണ്ടതായിട്ട് വരിക. ഇനി നമ്മൾ പഞ്ചായത്തിലൊന്നും ഇൻഫോം ചെയ്യാതെ ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് വീട് വെച്ചതിന് ശേഷമാണ് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫൈന് കൊടുക്കേണ്ടത്. അതായത് 50 രൂപ എന്നുള്ളത് നമ്മൾ 100 രൂപയായിട്ടായിരിക്കും നമ്മൾ ഫൈന് കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഏകദേശം 15000 രൂപയായിരിക്കും നമ്മുടെ പെർമിറ്റ് ഫീസ് മാത്രം കൊടുക്കേണ്ടതായിട്ട് വരിക. ഇനി അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു 7500 എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഈ 150 മീറ്റർ സ്ക്വയർ നിങ്ങൾ 1 മീറ്റർ സ്ക്വയർ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൻ്റെ സ്ലാബ് മാറുക 50 എന്നുള്ളത് 100 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് 15000 രൂപയായിട്ട് കൂടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ പഞ്ചായത്തിൽ ഇൻഫോം ചെയ്യാണ്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി തുകയായിരിക്കും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. നമ്മൾ അതിന് മുകളിലേക്ക് വീണ്ടും ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആഡ് ചെയ്യുകയാണ് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 2000 സ്ക്വയർ ഫീറ്റ് ആയി. അപ്പോൾ നമ്മുടെ സ്ലാബ് എന്ന് പറയുന്നത് ആ 100ൻ്റെ സ്ലാബിലാണ് നമ്മൾ വരുന്നത്. 50ൻ്റെ സ്ലാബ് നമ്മൾ മാറുകയാണ്. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് മാത്രമായിരുന്നെങ്കിൽ 50 രൂപയുടെ പെർമിറ്റ് സ്ലാബിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 2000 ആയി. അപ്പോൾ നമ്മൾ 100ൻ്റെ സ്ലാബിലാണ് കൂട്ടുക. അപ്പോൾ നമ്മൾ അഡീഷണൽ വരുന്ന സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത് 93 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ 100 രൂപ നമ്മൾ ഇൻഫോം ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് 9300. നമ്മൾ പഞ്ചായത്തിൽ ഇൻഫോം ചെയ്യാതെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ ഇരട്ടി 200 രൂപ വെച്ച് നമ്മൾ 18600 രൂപ പെർമിറ്റ് ഫീസ് മാത്രം കൊടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ അപേക്ഷാ ഫീസ് 1000 രൂപ വേറെ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി സ്ക്രൂട്ടനി ഫീസ് നമ്മൾ വേറെ വരുന്നതായിരിക്കും. ഇത് മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ നമ്മൾ 100 എന്നുള്ളത് 120 ആവും. അതുപോലെ 200 രൂപയെല്ലാം മാറുന്നുണ്ട്. അപ്പോൾ ഇത് പഞ്ചായത്തിലാണെങ്കിലാണ് നമ്മൾ 100 രൂപ കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ വീട്ടാവശ്യത്തിനല്ല, നമ്മൾ വ്യവസായം വാണിജ്യമാണെങ്കിൽ വീണ്ടും തുക വർദ്ധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ലേ ഔട്ടിൻ്റെ അപ്രൂവിന് വേണ്ടിയിട്ട് നമുക്ക് സ്ക്വയർ മീറ്ററിന് 3 രൂപയും അതുപോലെ തന്നെ വ്യവസായമാണെങ്കിൽ 4 രൂപയായിട്ടും വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോട്ടൽ ആഡ് ചെയ്തൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് ഫൈനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.